വിമർശനം മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ. ഓരോ വാക്കിലും ആദ്യത്തെ പാരഗ്രാഫ് മുതൽ അവസാന പാരഗ്രാഫ് വരെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം. പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം പ്രതിപക്ഷത്തിനെതിരെയായിരുന്നു എന്നാണ് പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരണം കാണുന്നത് തൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, നാടിൻ്റെ ധനസ്ഥിതി എന്താണ്, നാളെ എന്തൊക്കെ നാടിനു വേണ്ടി ചെയ്യാൻ പോകുന്നു, അത്തരം കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടുന്ന സ്ഥലത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബഡ്ജറ്റിൻ്റെ പവിത്രത പോലും നശിപ്പിച്ച രീതിയിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുകയില്ലേ, എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ട് അതല്ലല്ലോ ധനവകുപ്പ് മന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി നാടിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികളും പരിപാടികളും അതിന് ആവശ്യമായ ധനവിനിയോഗം ഏതൊക്കെ തരത്തിൽ നടത്താം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മുന്നിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇവിടെ ഞാനൊരു വീട്ടമ്മയാണ്. എന്നെ ഏറെ നിരാശപ്പെടുത്തിയത് വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ല. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലായിടത്തും ഒരു അവഗണനയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 2023-24 ബഡ്ജറ്റിൽ 14 കോടി രൂപ വകയിരുത്തിയിരുന്നത് ഇന്നത്തെ ബഡ്ജറ്റ് ശ്രദ്ധിച്ചപ്പോൾ അത് 10 കോടിയായി കുറഞ്ഞിരിക്കുന്നു. പക്ഷേ വേറെ 2 പദ്ധതികൾ കൂടെ ആയിക്കോട്ടെ, അങ്ങനെ പല പദ്ധതികളിലേക്കും അങ്ങനെ കുറവ് വരുന്നു. അവിടെ പ്രത്യേക സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. 2016 1656 റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലത്ത് നമ്മുടെ 2021 നവംബർ വരെ ആയപ്പോൾ തന്നെ 2380 റേപ്പ് കേസുകളുണ്ട്. പോക്സോ കേസുകൾ 2016 2113 ആയിരുന്നുവെങ്കിൽ 2023 നവംബർ ആയപ്പോൾ 4274. വാളയാറും അതുപോലെ വണ്ടിപ്പെരിയാറും അടക്കമുള്ള വളരെ പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളിൽ പോലും പോലീസും പ്രോസിക്യൂഷനും നിഷ്ക്രിയമായി നിന്നതടക്കമുള്ള വിമർശനങ്ങൾ, അസത്യസന്ധമായ വിമർശനങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ സ്ത്രീ സുരക്ഷാ മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടതായിരുന്നു. സൈക്കോ സോഷ്യൽ സ്കീമിലെ അതിൽ 1012 സ്കൂളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ചെയ്യില്ല. കുടുംബശ്രീക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. കുടുംബശ്രീക്ക് ഉള്ളത് കൊടുത്തല്ല വേറൊന്നുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, കേരളത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സഹായിക്കുന്ന മേഖലയെന്ന് പറയുന്നത് UPA കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ്. ആ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 230 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞത്. ഇപ്പോൾ 230 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര അവഗണനയെക്കുറിച്ച് പറയുമ്പോൾ പോലും അവരുടെ അലോക്കേഷൻ കേന്ദ്ര വിഹിതം 4066 2023-24 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4439 എന്ന് വെച്ചാൽ കേന്ദ്ര ബഡ്ജറ്റ് എല്ലാം നല്ലതെന്നല്ല. കേന്ദ്ര ബഡ്ജറ്റ് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും അതുപോലെ ജനവിരുദ്ധവുമാണ്. എങ്കിലും ഇവർ ചെയ്യുന്നതിൽ വളരെ കേരളത്തിലെ സ്ത്രീകളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ മേഖലയിലും കൊടുക്കുന്നു. എവിടെയാണ് കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് സാധാരണക്കാർ ഇന്ന് വിഷമിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയ്ക്ക് വലിയ, അതായത് മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്നാണല്ലോ അവകാശപ്പെട്ടിരിക്കുന്നത്. ഹബ്ബാക്കി പ്രഖ്യാപനങ്ങൾക്ക് എന്താ കുറവ്? കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചർ, കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പദ്ധതികൾ പ്രഖ്യാപിച്ചു. ടോട്ടൽ ഇന്ന് 1.5 മാസം മാത്രമേ ഈ സാമ്പത്തിക വർഷം തീരാൻ ബാക്കിയുള്ളൂ. 55% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. 1.5 മാസം മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും എടുത്ത് നോക്കൂ. ഞാൻ പറയാം, വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ടല്ലോ, പ്രത്യേകമായ ഒരു വകുപ്പാണ്. 992 കോടി എന്തോണ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നത്. അതിൽ 23%. നമുക്ക് അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് കേന്ദ്രം അവഗണന പാതയിലാണ്, അതിനെതിരെ പരിമിതികളോടുകൂടി സംസ്ഥാനം നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പൊരുതി നിൽക്കുമെന്നാണ് പറഞ്ഞത് CS രാജ. വാചക കസർത്തുകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെങ്കിൽ ആദ്യം സ്വന്തം കഴിവുകൾ മാറ്റിവെക്കണം. നമുക്കറിയാം, GST അടക്കമുള്ള കാര്യങ്ങൾ വരുമാനത്തിന് സാങ്കേതികമായി ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുന്നത് കേരള സർക്കാർ കൂടി പരാജയപ്പെട്ടു. രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്തമാണ് അതിലുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും മത്സരിക്കുക. ഇരട്ടപ്പെട്ട സഹോദരങ്ങളെ പോലെയാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും കേരളത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്.